ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1കാർക്ക് സോഷ്യോളജി ഓണപരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞത് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണെന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട്. നമ്മുടെ CW മിൽസ് കൊണ്ടുവന്ന കോൺസെപ്റ്റാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പോൾ അതെന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മാർക്ക് വരെയൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇനി അതുപോലെ തന്നെ വരുന്നതാണ് സോഷ്യോളജിക്കൽ നോളജും കോമൺ സെൻസ് നോളജും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്നാമത്തെ പാഠത്തിലുള്ളതാണ്. അതെല്ലാവരും പഠിച്ചിട്ട് തന്നെ പോകണം. നമ്മൾ ടേബിളൊക്കെ ആയിട്ട് നമ്മളെ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ടേബിൾ ഫോർമാറ്റിൽ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു 4-5 മാർക്കിനൊക്കെ അത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആ ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ടതാണ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. നമ്മുടെ സോഷ്യോളജി പഠിക്കുന്നതുകൊണ്ടുള്ള സ്കോപ്പ് എന്താണെന്നുള്ളത് അല്ലേ, അതും കുറച്ച് പോയിന്റ്സ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതും ഒരു ഷോർട്ടസ്റ്റ് ലെവലിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി അടുത്ത് നമ്മുടെ ആ ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ടതാണ് സോഷ്യോളജിക്ക് മറ്റുള്ള സോഷ്യൽ സയൻസ് വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്, റിലേഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട്. പ്രധാനമായിട്ടും 5 വിഷയങ്ങളുമായിട്ടുള്ള റിലേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് മൊത്തത്തിൽ ഒരു എസ്സേ ടോപ്പിക്കായിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വിഷയം മാത്രമായിട്ട് സോഷ്യോളജിയും വേറെ ഏതെങ്കിലും ഒരു വിഷയം മാത്രമായിട്ട് ഷോർട്ടസ്റ്റ് ലെവലും ചോദിക്കാറുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ സവിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ, സാമൂഹ്യ സംഘങ്ങളുടെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് എത്രയാണ്, ഒരു 4-5 മാർക്കിന് ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ, ഷോർട്ടസ്റ്റ് ലെവല്. അപ്പോൾ അത് പ്രധാനമാണ്, അതാരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ആ ഒരു പോയിൻ്റാണ്, എളുപ്പമല്ലേ അത്. ഇനി അടുത്തൊരു എസ്സേ ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്. സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ പലതരത്തിലുള്ള ടൈപ്പുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, പ്രൈമറി, സെക്കൻഡറി, പിന്നെ പിയർ ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതെല്ലാം കൃത്യമായിട്ട് പോയിന്റ്സും എക്സ്പ്ലനേഷൻസും വായിച്ച് പഠിച്ചിട്ട് പോവുക. 8 മാർക്കിന് ചോദിക്കുകയാണ്. ഓക്കെ, അത് മാത്രമല്ല സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ എസ്ഐക്ക് ചോദിക്കുന്നുണ്ട് അല്ലേ, ക്ലാസ്, കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടേംസ് നമ്മളവിടെ പഠിക്കുന്നുണ്ട് സ്ട്രാറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുക, എസ്ഐക്ക് കണക്കാക്കി 8 മാർക്കിന് കണക്കാക്കി ചോദിക്കുക. ഈ 2 ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. അഥവാ എസ്ഐക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ എസ്ഐക്ക് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 6 മാർക്കിൻ്റെ സെക്ഷനില്ലേ, അവിടെ ഉറപ്പായിട്ട് ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് സ്റ്റേറ്റസും റോളും തമ്മിലുള്ള കമ്പാരിസൺ എന്താണ്. അത് നമുക്കൊരു 4 മാർക്ക് വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. സ്റ്റേറ്റസ് എന്താണ്, റോൾ എന്താണ്. പക്ഷേ അവിടെ 1 വേർഡ് സെക്ഷനിൽ നിന്ന് കൂടി ചോദ്യങ്ങൾ വരാറുണ്ട്. കാരണം ഈ ഒരു ടോപ്പിക്കിനകത്താണ് നോക്കി അവിടെ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. ബ്രേക്കറ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട് സ്റ്റേറ്റസ് സെറ്റ് എന്താണ്, സ്റ്റേറ്റസ് സീക്വൻസ് എന്താണ്, റോൾ കോൺഫ്ലിക്ട്സ് എന്താണ്. ഇങ്ങനെയുള്ള കുഞ്ഞു ടേംസുകൾ അവിടെ ഉണ്ട്. ആ ടേംസുകളെല്ലാം എന്താണെന്നുള്ളതും ജസ്റ്റ് 1-2 സെൻറ്റൻസിലൊന്ന് അറിഞ്ഞുകൂടി വെച്ചിരിക്കുക കേട്ടോ. ഇതിലേതെങ്കിലുമൊക്കെ ചിലപ്പോൾ 1 മാർക്കിനും 2 മാർക്സിനൊക്കെ ചോദിക്കാം. നമുക്കറിയാലോ 2 മാർക്കിൻ്റെ സെക്ഷനിൽ ഓപ്ഷൻസ് ഒന്നുമില്ല, ചോയ്സ് ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള 2 മാർക്കിൻ്റെ സെക്ഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോവുക. വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ വരുമ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ഫാമിലി, മാരേജ്, കിൻഷിപ്പ് അല്ലേ. അത് എസ്സേ ടോപ്പിക്കാണ്. വളരെയധികം ഏതൊരു കുട്ടിക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ. ഫാമിലി എന്ന് പറയുമ്പോൾ ടൈപ്സ് ഓഫ് ഫാമിലി അല്ലേ, പലതരത്തിലുള്ള പാട്രിയാർക്കൽ, പാട്രിലോക്കൽ, അങ്ങനെ പറഞ്ഞിട്ട് മാട്രിയാർക്കൽ അല്ലേ, ഒത്തിരി ടൈപ്സ് പഠിക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. എല്ലാ ടൈപ്പും പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ഇനി അടുത്ത മാരേജിലോട്ട് വരുമ്പോൾ എന്താണ്, മാരേജിന് പലതരത്തിലുള്ള ഫോംസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. എൻഡോഗമി, എക്സോഗമി എന്നൊക്കെ പറഞ്ഞിട്ട്, അതെല്ലാം പോളിഗമി അല്ലേ, അതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം, എക്സ്പ്ലനേഷൻ സഹിതം. പിന്നെ കിൻഷിപ്പ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ, അഫിനൽ കിൻഷിപ്പ്, കൺസാൻജിനസ് കിൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കിൻഷിപ്പിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ സഹിതം പഠിക്കുക. ഇത് 3 കൂടി ചേർത്തും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് ഷോർട്ട് എസ്സേ ആയിട്ടോ 8 മാർക്കിനായിട്ടോ ഒക്കെ ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. 6 മാർക്കിൻ്റെ സെക്ഷനിലും എല്ലാത്തിലും വരുന്ന ഒരു സംഭവമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ അവർ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഇനി അടുത്തൊരു 2 മാർക്കിൻ്റെ ചോദ്യമാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ എന്തായാലും കൃത്യമായിട്ട് എന്താണെന്നുള്ളത് ഒരു 2 മാർക്ക് 3 മാർക്ക് ലെവൽ എഴുതാൻ വേണ്ടിയിട്ട് അറിഞ്ഞിട്ട് പോവുക. ഇനി നമുക്ക് വരുന്നതാണ് ഒരു കുഞ്ഞ് ക്വസ്റ്റ്യനാണ് കോമൺ ഫീച്ചേഴ്സ് ഓഫ് റിലീജിയൻ. ആ ഒരു ചാപ്റ്ററിൽ തന്നെ 3ാമത്തെ പാഠത്തിൽ തന്നെ നമ്മുടെ മതത്തിൻ്റെ പൊതുവായിട്ടുള്ള കുറച്ച് സവിശേഷതകൾ എന്താണ്. ഓക്കെ, അപ്പോൾ അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ഒരു 2-3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അതും കുറച്ച് പോയിന്റുകളാണ്. മതം എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് മതങ്ങൾക്കുള്ള പ്രത്യേകതകൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ +1 സോഷ്യോളജി പരീക്ഷ സെറ്റായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ. പിന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഒഫീഷ്യലായിട്ട് പോർഷൻസ് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂടുതൽ പോർഷൻസ് ഉള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരതൊക്കെ പഠിക്കുക. ടീച്ചേഴ്സ് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതുവരെയും പഠിക്കുക. ഇപ്പോൾ 3 ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ഈ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ ബാക്കിയുള്ള പോർഷൻസ് കൂടി എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാണ്ട് വായിച്ചിട്ട് തന്നെ പോകണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് തന്നത്. ഓക്കെ.